പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുവാരൂർ ത്യാഗരാജസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ്. വിശാലമായ കുളമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ക്ഷേത്രം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ചോള കാലഘട്ടത്തിൽ എഴുതിയ ശിലാലിഖിതങ്ങൾ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. കമലാലയം എന്നാണ് ഈ കുളത്തിന്റെ പേര്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളമായിട്ടാണ് അറിയപ്പെടുന്നത്. ഏകദേശം 25 ഏക്കർ സ്ഥലത്ത് ഇത് വ്യാപിച്ചു കിടക്കുന്നു. കമലം, താമര, ആലയം, സ്ഥലം. കമലാലയം എന്നാൽ താമരക്കുളം എന്നാണ് അർത്ഥം. ഈ കുളത്തിന്റെ നടുവിൽ ദ്വീപ് പോലുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ക്ഷേത്രവും നാഗനാഥൻ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. തൈപ്പൊങ്കൽ ഉത്സവത്തിന് തോണിയിൽ പോയി ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നു. വെള്ളത്തിൽ ഒഴുകുന്ന ചങ്ങാടങ്ങളിൽ ക്ഷേത്രത്തെ വലം വയ്ക്കും. ഈ കുളത്തിൽ സ്നാനം ചെയ്യുന്നത് പുണ്യമായി ഭക്തർ വിശ്വസിക്കുന്നു. ഇതാണ് തിരുവാരൂർ ത്യാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം. പാലക്കാട് നിന്നും ഇവിടെ എത്താൻ 300 കിലോമീറ്ററോളം ദൂരം വരും. പാലക്കാട്, കോയമ്പത്തൂർ, കരൂർ, തഞ്ചാവൂർ വഴി ഇവിടെ എത്താം. ഗോപുരത്തിന്റെ വാതിലിന്റെ പൊക്കം തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തും. കയറുമ്പോൾ തന്നെ കരിങ്കല്ല് തൂണുകൊണ്ട് നിർമ്മിച്ച വിശാലമായ വീതിയും ചുറ്റും നിരനിരയായ തൂണുകളും കാണാം. ഇത് ഒന്നുകിൽ അന്നത്തെ കാലത്തെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ ഇതേപോലെ നാട്ടിയതോ ആണ്. 7-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഈ സ്ഥലത്ത് ശിവാരാധന ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. ശൈവക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ഇതിന്റെ നിർമ്മിതിയിൽ വലിയ പങ്കുവഹിച്ചു. തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവനെ ഇവിടെ ത്യാഗരാജസ്വാമി എന്ന രൂപത്തിൽ ആരാധിക്കുന്നു. ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. ഏകദേശം 33 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇവിടെ രഥോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഈ സമയത്താണ് ഞാൻ ഇവിടെ കാണാനായി എത്തിയത്. എന്നാൽ ഇന്ന് 2026 മാർച്ച് 29-ാം തീയതി, തമിഴ് കലണ്ടറിലെ പങ്കുണി മാസം 15-ാം തീയതി, ഇന്ന് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ ദിവസത്തിലാണ് ഇവിടെ രഥോത്സവം നടക്കുന്നത്. ഇവിടുത്തെ പ്രധാന ശിവലിംഗവും മറ്റു ഉപദൈവങ്ങളെയും ചുറ്റി വലം വെച്ചാൽ ഒരാഴ്ചയ്ക്കും 365 ദിവസത്തേക്കും ഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പുരാണപ്രകാരം വിഷ്ണുവിൽ നിന്ന് ഇന്ദ്രന് ലഭിച്ച ശിവവിഗ്രഹം പിന്നീട് ചോളരാജാവായ മുസുകുന്ദന് ലഭിച്ചു. ഈ ശിവൻ തന്നെ മുസുകുന്ദനോട് 7 ത്യാഗരാജ വിഗ്രഹങ്ങൾ നൽകിയതായും വിശ്വസിക്കുന്നു. ഇവയിൽ യഥാർത്ഥ വിഗ്രഹം തിരുവാരൂരിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്തംഭവിടങ്ക ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. സമയം ഉച്ചയ്ക്ക് 1 മണി ആയിരിക്കുന്നു. അതുകൊണ്ടാകാം തിരക്ക് കുറവാണ്. ചോളകാലഘട്ടത്തിലെ കരിങ്കല്ല് കൊണ്ടുള്ള നിർമ്മിതി 1000 വർഷത്തിന് ശേഷവും തലയെടുപ്പോടുകൂടി നിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ നിർമ്മിതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദക്ഷിണേന്ത്യയിലെ പല ക്ഷേത്രങ്ങളും അന്നത്തെ ശില്പികളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവരുടെ ഒരു ഏകോപനം ഈ ക്ഷേത്രത്തിലും നമുക്ക് ദർശിക്കാൻ കഴിയും. ഇവിടുത്തെ പ്രത്യേകത 1000 കൽമണ്ഡപം ഉണ്ടെന്നുള്ളതാണ്. തേരോട്ടം, ബ്രഹ്മോത്സവം പോലുള്ള ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ ഒത്തുകൂടും. ഭരതനാട്യം, കർണാടക സംഗീതം മുതലായ ക്ഷേത്രകലയുടെ വേദിയായി ഈ സ്ഥലങ്ങൾ മാറും. അതിന് തുറന്ന ഹാൾ വേണ്ടിയിരുന്നു. അതിനെയാണ് 1000 കൽമണ്ഡപം എന്ന് പറയുന്നത്. അല്ലാതെ എണ്ണി നോക്കിയാൽ 1000 തൂണുകൾ ഇതിൽ ഉണ്ടാവണമെന്നില്ല. ഞാനിപ്പോൾ ഈ കൊടിമരത്തിന്റെ താഴെയാണ്. എത്ര മനോഹരമായിട്ടാണ് ദിവസവും അവർ ഈ കൊടിമരം അലങ്കരിക്കുന്നത്. ഇവിടുത്തെ ശിവൻ അജാപനൃത്തം എന്ന അപൂർവമായ നൃത്തഭാവത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. അതായത് മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ രഥത്തിൽ നടക്കുന്ന ദൈവിക നൃത്തം എന്നാണ് വിശ്വാസം. ഇതിനുള്ളിലേക്ക് നമുക്ക് ക്യാമറ അനുവദനീയമല്ല. ശിവക്ഷേത്രത്തിന്റെ പുറകുഭാഗത്തായിട്ടാണ് കമലമ്പാൾ സന്നിധി കാണാം. പ്രധാന ഗർഭഗൃഹത്തിന്റെ പിന്നാമ്പുറം. ഈ സന്നിധി സാധാരണ അമ്മൻ ക്ഷേത്രങ്ങളെപ്പോലെയല്ല. ഇത് ശ്രീവിദ്യാ ഉപാസനയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ശാന്തവും പ്രത്യേകതയുള്ളതുമായ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്നു. കമലമ്പാൾ ഇവിടെ യോഗാസനത്തിൽ ഇരിക്കുന്ന രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. ഇതൊരു ക്ഷേത്രമല്ല, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണ്. ഒരു ദിവസത്തിനായി ഒരു ത്യാഗരാജസ്വാമിയുടെ പ്രധാന വിഗ്രഹം, 7 ദിവസത്തിനായി 7 ലിംഗങ്ങൾ, 56 ആഴ്ചകൾക്കായി 56 മണ്ഡപങ്ങളും 56 പ്രതിഷ്ഠകളും. ഇവിടെയെല്ലാം വലം വയ്ക്കുന്നതോടെ 365 ദിവസത്തെയും ഗുണം എന്നാണ് വിശ്വാസം. ഇവിടെ ശിവൻ വാൽമീകേശ്വർ എന്ന രൂപത്തിൽ സ്വയംഭൂലിംഗമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതായി കണക്കാക്കുന്നു. പ്രകൃതിയുടെ മധ്യേ ദൈവിക സാന്നിധ്യം ഇവിടെയുണ്ട്. ക്ഷേത്രത്തിലെ
പ്രസിദ്ധ രൂപം ത്യാഗരാജസ്വാമിയാണ്. ഇതൊരു ലിംഗരൂപമല്ല, പക്ഷേ ശിവപാർവതി മുരുകൻ ഒരുമിച്ചിട്ടുള്ള ഒരു സ്കന്ദ രൂപമാണ്. ഈ ക്ഷേത്രത്തിലെ വിവിധ ദേവതകളുടെ പ്രതിഷ്ഠകൾ വിവിധ ഋഷിമാർ പല സമയത്തായി സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കുന്നു. ചണ്ഡികേശ്വരന്റെ മുന്നിൽ അവസാനമാണ് പ്രാർത്ഥിക്കേണ്ടത്. ക്ഷേത്രത്തിലെ സമ്പത്തും പൂജയും എല്ലാം ചണ്ഡികേശ്വരൻ കാവലിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ബാല്യത്തിൽ തന്നെ ശിവഭക്തനായ ഒരു ബാലൻ പശുവിൻ്റെ പാലെടുത്ത് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്തു. ഇത് കണ്ട് അച്ഛൻ തടഞ്ഞപ്പോൾ ഭക്തിയിൽ മുഴുകിയ അവൻ അച്ഛനെ തന്നെ തല്ലി. ശിവൻ പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു, തൻ്റെ ക്ഷേത്രങ്ങളുടെ കാവൽക്കാരനാക്കി എന്നാണ് ചാണ്ടികേശ്വരനെ പറ്റിയുള്ള ഐതിഹ്യം. രഥോത്സവത്തിൻ്റെ അലങ്കാരങ്ങൾക്കായി ക്ഷേത്ര കോംപ്ലക്സിനകത്ത് ധാരാളം വർക്ക് നടക്കുന്നു. ഇവിടെ തൊഴുതു മടങ്ങുന്നത് മാത്രമല്ല, ഈ ദേവസന്നിധിയിലൂടെ നടക്കുന്നത് തന്നെ പുണ്യമാണെന്ന് ആത്മീയതയാണെന്നും വിശ്വാസം. ഇവിടെ നായ്ക്കർ കാലത്ത് വരച്ച ചുമർ ചിത്രങ്ങളുടെ വർണ്ണാഭമായ കാഴ്ച കാണാം. ടെറസിലെ പൂക്കളും. പ്രധാന ലിംഗമില്ലെങ്കിലും ഭക്തർക്ക് കാണാൻ അനുബന്ധ ലിംഗങ്ങൾ ഇവിടെ കൊണ്ടുവയ്ക്കും. ഉത്സവ സമയത്ത് ദേവന് വയ്ക്കുന്ന ചടങ്ങും ഉണ്ടാവും. ഭക്തർക്ക് ഓരോ രൂപവും ദർശിക്കാനാവും. ഞാൻ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ക്ഷേത്രങ്ങളുടെ കൂടാരം ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാ ഭാഗവും വീഡിയോയിൽ പകർത്തി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓരോന്നിനും ഓരോ വലിപ്പങ്ങൾ, രൂപകൽപ്പനയിലും ഡിസൈനിലും വ്യത്യാസം. എല്ലാത്തിനുമകത്ത് വിഗ്രഹങ്ങൾ, അതിലൊക്കെ ദിവസവും പൂജ നടക്കുന്നു, ദീപം തെളിയുന്നു. ഇതൊരു അത്ഭുതമല്ലേ? ഗണപതിയുടെ ചെറിയൊരു മണ്ഡപം. ഇത് കൂടാതെ തന്നെ വേറെയും ചെറുതും വലുതുമായ ഗണപതി മണ്ഡപങ്ങൾ കാണാം. സിദ്ധിവിനായകൻ, ബാലഗണപതി, ഉച്ഛിഷ്ട ഗണപതി, അങ്ങനെ പലതും. വാൽമീകിനാഥൻ, ത്യാഗരാജസ്വാമി, ദക്ഷിണാമൂർത്തി, ചന്ദ്രശേഖർ, ഭൈരവർ, സോമസ്കന്ദരൂപം, അങ്ങനെ ശിവസംബന്ധമായ ദേവന്മാർ. ഞാൻ ഈ ചെറിയ മണ്ഡപത്തിൻ്റെ മുകളിലേക്ക് കയറി. മറ്റു മണ്ഡപങ്ങൾ ഷൂട്ട് ചെയ്യുകയാണ് ഉദ്ദേശം. ഇവിടെ ശിവന്റെയും പാർവതിയും മുരുകൻ, ഗണപതി എന്നിവരുടെ പ്രതിഷ്ഠയാണ്. ഞാനത് ഷൂട്ട് ചെയ്യുന്നില്ല. ഇതിന് മുകളിൽ നിന്നാൽ കുറച്ചു ഭാഗങ്ങൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്നത് ഖേദകരമാണ്. ഈ ക്ഷേത്രം ഒരു സിംഗിൾ ഡയറക്റ്റീവ് ടെമ്പിൾ അല്ല. ഇതൊരു സ്പിരിച്വൽ കോംപ്ലക്സ് ആണ്, അതായത് ആത്മീയ നഗരം പോലെയാണ്. ഇത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് നടക്കുകയാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇവിടെ ഒരു ദേവനെ മാത്രം കാണാൻ വരുന്നില്ല. ഓരോ കോണിലും വ്യത്യസ്ത ദേവതകൾ. ഒരു മുഴുവൻ ദൈവിക ലോകം തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പുറകു സൈഡിലേക്ക് പോവുകയാണ്. ഇവിടെ ആകെ പ്രധാനമായും 9 ഗോപുരങ്ങൾ കാണാം. രാജഗോപുരം, അതായത് മുഖ്യ പ്രവേശന ഗോപുരവും തെക്ക് ഭാഗത്ത് വടഗോപുരവും. വടക്കു ഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രം തെക്ക് വടക്കായിട്ടാണ് നിലകൊള്ളുന്നത്. ഇതാണ് ക്ഷേത്രത്തിലെ സംഗീത സഭ. ഇവിടെ ത്യാഗരാജ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി എന്നിവരുടെ സംഗീത പരിപാടികൾ നടന്നിട്ടുണ്ട്. അവരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണിത്. ഹിന്ദു സംസ്കാരത്തിൽ പശുക്കൾക്ക് പ്രാധാന്യമുണ്ട്. ഗോശാലകൾ വിശുദ്ധവും അനുഗ്രഹപ്രദവുമായ കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഉത്സവകാലങ്ങളിൽ പ്രത്യേക പൂജകളിൽ പശുവിൻ്റെ പാൽ ക്ഷേത്രം ഉപയോഗിക്കുന്നു. ഗ്രാനൈറ്റ് പാറയിൽ കൊത്തിയെടുത്ത 1000 വർഷത്തിന് പഴക്കമുള്ള ബുദ്ധപ്രതിമ. ഇവിടുത്തെ ഓരോ ഗോപുരത്തിനും ഓരോ പേരുകളാണുള്ളത്. വടഗോപുരം ക്ഷേത്രത്തിൻ്റെ പുറകുഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ റോഡും അതിനടുത്ത് കമലാലയം കുളവുമാണ്. ചോളകാലത്തെ ശില്പ നിർമ്മാണ രേഖകൾ, രാജവംശ ചരിത്രം, ഭൂമി, സാമ്പത്തിക വിവരങ്ങൾ, ഭക്തരുടെ സംഭാവനകൾ, ഉത്സവ നിർദ്ദേശങ്ങൾ എന്നിവ പ്രാചീന തമിഴ്, സംസ്കൃത ശൈലിയിൽ എഴുതപ്പെട്ട ഈ കല്ലുകളിൽ കാണാൻ കഴിയും. ഈ ക്ഷേത്ര കോംപ്ലക്സിൻ്റെ ഉള്ളിൽ പല പല പ്രതിഷ്ഠകളും അമ്മൻ ദേവീ രൂപങ്ങളായ കമലമ്പാൾ, നീലോത്പദാമ്പാൾ, ദുർഗ, മഹാലക്ഷ്മി, സരസ്വതി, മുരുകന്റെ കുടുംബം, മുരുകൻ, വള്ളി, ദേവസേന, നവഗ്രഹങ്ങൾ, അയ്യപ്പൻ, ഹനുമാൻ, നാഗങ്ങൾ, പറഞ്ഞാൽ തീരാത്ത ദേവപ്രതിഷ്ഠകളും ദേവതകളും.
തിരുവാരൂർ ജില്ലയിലെ ആകെ ജനസംഖ്യ 15 ലക്ഷത്തിന് താഴെയാണ്. ഇതൊരു കാവേരി ഡെൽറ്റ പ്രദേശമാണ്. കൃഷിയാണ് പ്രധാന ജീവിതമാർഗം. ഒരു കാലത്ത് നൃത്തവും സംഗീതവും നടന്നിരുന്ന മനോഹരമായ മണ്ഡപം, ചോള രാജാക്കന്മാരും അവരുടെ കുടുംബങ്ങളും നടന്ന വീഥികൾ, അവർ ഇരുന്ന സ്ഥലങ്ങൾ, പ്രശസ്തരായ സംഗീതജ്ഞന്മാരുടെ കച്ചേരികൾക്ക് കാതോർത്ത സംഗീതപ്രേമികൾ, അന്നത്തെ ചിത്രകാരന്മാരുടെ മഹത്തായ ചിത്രങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ മണ്ഡപം ഇന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിതിനെ ഗ്രില്ലിട്ട് പൂട്ടിയിരിക്കുന്നു. ഇവിടുത്തെ പ്രധാന ഉത്സവം രഥോത്സവമാണ്. രഥത്തിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തേരാണ്. ഇതിനെ ആഴിത്തേർ എന്ന് പറയുന്നു. ഏകദേശം 96 അടിയിൽ കൂടുതൽ ഉയരമുണ്ടാകും. ക്ഷേത്രത്തിലെ പ്രധാന ദൈവമായ ത്യാഗരാജസ്വാമിയെ ഈ തേരിലിരുത്തി വിശാലമായ ടെമ്പിൾ സ്ട്രീറ്റ് വഴി വലിച്ചു കൊണ്ടുപോകുന്നു. കൂടാതെ അനുബന്ധ തേരുകൾ തന്നെ 7-8 എണ്ണം ഉണ്ടാവും. അതിൽ പ്രധാന ഉപദേവന്മാരും ദേവതകളും അനുഗമിക്കും. തമിഴ്നാട്ടിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ രഥോത്സവം. ഈ ക്ഷേത്രത്തോടൊപ്പം തന്നെ തിരുവാരൂരിലെ പ്രശസ്തമാക്കിയ 18-ാം നൂറ്റാണ്ടിലെ 19-ാം നൂറ്റാണ്ടിനിടയിൽ ജീവിച്ചിരുന്ന കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ടിരുന്ന ശ്യാമശാസ്ത്രികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തേരായ ആഴിത്തേരും തിരുവാരൂരിലെ ദൈവമായ ത്യാഗരാജസ്വാമിയെയും കണ്ട് എൻ്റെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.